പിന്നെ മുടി വെട്ടാൻ കൊണ്ടുപോവേന് അതുകൊണ്ട് മാമയ്ക്ക് പൈസ തന്നെ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞാൽ ഫുൾ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്ന പ്ലാനിങ് എല്ലാം അടലം നമുക്ക് തെറ്റിപ്പോയി ഗായ്സ്. അപ്പോൾ എന്തായാലും എല്ലാ ആദമിന് മുടി വെട്ടണം എന്നുള്ള ഭയങ്കര ആവശ്യം. നാളെ സ്കൂൾ തുറക്കുകയാണ്, അന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ പിന്നെ ആദമിന് എന്തായാലും മുടി വെട്ടണം. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ വെട്ടാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആദം സമ്മതിക്കണില്ല. പക്ഷേ മുടി കട വെട്ടും, എനിക്കിപ്പോൾ തന്നെ വെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഓക്കെ വെട്ടാം, നമുക്ക് എന്തായാലും വാടാനപ്പള്ളി പറഞ്ഞ് എന്തായാലും നേരം വൈകാൻ അവിടെ ഷോപ്പ് ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഞാൻ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ആദമിനെ കൊടുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദമിനെ സ്കൂൾ കട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏകദേശം പറഞ്ഞിട്ട് നല്ല രീതിയിൽ കട്ടിങ് അവന് മുടി വെട്ടിക്കൊടുക്കുക സലീം ഭായി, അതുപോലെ വേറൊരാളും കൂടി അതിൽ ഒരാളാണ് അവിടെ വെട്ടാറ് കേട്ടോ. ഈ ആള് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവർക്ക് വെട്ടണവർക്ക് പിന്നെ അറിയാമല്ലോ എങ്ങനെ വെട്ടാന്നുള്ളത്. അപ്പോൾ ഒരു ഏകദേശം സ്കൂൾ കട്ടിങ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മുടിയൊക്കെ വെട്ടിയിട്ടോ. എനിക്കിഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മേലത്തെ മുടിയൊക്കെ ഫുള്ള് തട്ടി പൗഡറൊക്കെ ഇട്ട് തട്ടിക്കാനും നമുക്കിനി വാടാനപ്പള്ളി പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ ഫുൾ മുടിയൊക്കെ ക്ലീനാക്കി ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടോ. പിന്നെ അതേ ആദ്യം മുത്തമാലെത്തിയപ്പോൾ ഉമ്മച്ചി ചെയ്ത വേടൻ എന്നാണ് കേട്ടോ ആദ്യം പറഞ്ഞത്. പിന്നെ അവനല്ല വേടനെ പോലത്തെ ഒരു ചേട്ടൻ നിൽക്കണ കണ്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ആ പയ്യൻ വേടണമെന്നല്ല, അതേപോലെ ഡ്രസ്സിങ് കോസ്റ്റ്യൂമൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ മുത്തമ്മാവ് ടു വാടാനപ്പള്ളി ടിക്കറ്റ് ഞാൻ ആദ്യമായിട്ടോ നോക്കും. ഞാൻ എവിടെ പോകുമ്പോൾ ടിക്കറ്റ് കിട്ടും, പക്ഷെ നോക്കൂല, ആദ്യമായിട്ടാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാണ് അവസ്ഥ. ആദമ് വണ്ടി കയറിയപ്പോൾ ഇതാണ് ഉറങ്ങും. ഉച്ചയ്ക്ക് ശേഷം ഉറക്കം എന്തായാലും വണ്ടി കയറിയാൽ ഇവർ രണ്ടുപേരുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാക്കെന്ന് പറഞ്ഞാൽ എല്ലാ ബേബിനെ കൊണ്ടാണ്ട് ഭയങ്കര വിഷമമാണ്. ആ കുട്ടീനെ ഒറ്റക്കാക്കല്ലടി, അതിനെ കൊണ്ടോടി എന്ന് പറയും. ഇതാണ് അവസ്ഥ ഗൈസ്. ബസ്സിൽ കയറി രണ്ടാളും ഉറങ്ങും. പിന്നെ ഞാൻ നല്ല തിരക്കാന്നുണ്ട്, രണ്ടുപേരും എടുക്കലും കരച്ചിലും ബഹളമൊക്കെയാണ്. കാരണം പണ്ടത്തെ എല്ലനല്ലേ ഇപ്പോൾ എല്ലിന് ആദമിൻ്റെ ക്യാരക്ടർ ആകെ മാറി. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിതേ ചാരുതയിലാട്ടോ ആദ്യം വന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദമിന് കുറച്ച് ഡെയിലി വെയർ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ ഫുൾ പെൺകുട്ടികൾക്ക് പറ്റിയ പാൻറ്റുകളാട്ടോ. ഇതൊക്കെ പെൺകുട്ടികൾ എന്നിട്ട് അവർ പറഞ്ഞാൽ ഇല്ല ആൺകുട്ടികൾക്കും കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കറിഞ്ഞൂടെ ആൺകുട്ടിക്കും പെൺകുട്ടികൾക്കും എങ്ങനത്തെ പാൻറ്റാന്നുള്ളത്. പക്ഷേ എനിക്ക് എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാക്ക്. പക്ഷേ എല്ലാക്ക് ഇങ്ങനത്തെ പാൻറ്റും ടീഷർട്ടൊക്കെ ഇപ്പോൾ അടുത്ത് പോലും എടുത്തിട്ടുണ്ടായിരുന്നു. അവളിൽ പിന്നെ ഡെയിലി വെയറിനുള്ള ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അവൾക്ക് ഉള്ളോടത്ത് കൂടെ വെറുതെ എന്തിനും എടുത്ത് കൂട്ടണം, ഇല്ലാത്ത എൻ്റെ മോനക്കാണ്. അപ്പോൾ പിന്നെ അവനക്കാണ്ട് എടുക്കല, അവനക്ക് കുറേ എടുക്കണം എന്ന് വിചാരിക്കണേ. അപ്പോൾ നല്ല ഇഷ്ടമായി. പക്ഷേ ഞാൻ എടുത്തില്ല ഗൈസ്. ഞാൻ അവിടെ വെച്ച് പിന്നെ ഈ 5 എണ്ണത്തിനൊക്കെ 100 രൂപ വരണുള്ളൂ കേട്ടോ. ഈ 5 സെറ്റിന് 100 രൂപയാണ് വരുന്നത് പാൻറ്റിന്. അതുപോലെ ആൺകുട്ടികൾക്ക് പറ്റിയത് ഈ ട്രൗസറാണ് കിട്ടിയത് കേട്ടോ. ഈ ട്രൗസർ തന്നെ 3 എണ്ണത്തിന് 100 രൂപ ഉള്ളൂ. പക്ഷേ എനിക്ക് ട്രൗസർ ഇഷ്ടമായില്ല ഗൈസ്. കാരണം നല്ല ട്രൗസറാണ്, പക്ഷേ എനിക്കിഷ്ടമല്ല. ഞാൻ അവർക്ക് പാൻറ്റാണ് മനസ്സിൽ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നേരെ ബാബിക്ക് ഒരു ഫോൺ കോളാണ്ട് ചെയ്തു. ബാബിയെ ഇവിടെ ഒന്നും പറ്റിയതില്ല എനിക്കെന്ന് പറഞ്ഞു. എന്നാൽ ബാബി നീ വേഗം അർച്ചനിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ബാബിക്ക് വിളിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ബാബി വാടാനപ്പള്ളിക്കാരിയാണ് കേട്ടോ. ബാബിയുടെ ഇവിടെ വാടാനപ്പള്ളിയാണ്. അപ്പോൾ ബാബിക്ക് കറക്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. ബാബി ഇവിടെ നിന്നൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അർച്ചിലോട്ട് വന്നു. പിന്നെ ഞങ്ങളെ പ്ലാനിങ് എന്താണെന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയട്ടെ. ഞങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല ഞങ്ങൾ പ്ലാനിങ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം പ്ലാനിങ് എല്ലാം മാറിപ്പോയതാണ് കേട്ടോ. ഞങ്ങൾ ഫുൾ ബീച്ചിൽ പോവുക, അങ്ങനെ എടുക്കലൊക്കെ പോകാൻ ആദ്യം സ്കൂൾ തുറക്കാനായല്ലോ. നാളെ സ്കൂൾ തുറക്കുക അവനക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ പാർക്കിലോട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അങ്ങനെ ഞങ്ങളത് ആദ്യമിനുള്ള അവിടെ 5 പാൻറ്റ് എനിക്ക് ഇഷ്ടമായത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്ക് അങ്ങനത്തെ തന്നെ കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ 5 ബനിയനും അതിലേക്ക് മാച്ച് ആയത് ഞാൻ സെലക്ട് ചെയ്തിട്ടോ. പിന്നെ വിചാരിച്ചു 5 എണ്ണം അല്ല 7 എണ്ണമാകുമ്പോൾ കറക്റ്റായല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, 7 പാൻറ്റും അതുപോലെ 7 ടീഷർട്ടും നല്ല മാച്ച് ആയത് അതിലേക്ക് ഏകദേശം ഒരു മാച്ച് എന്നൊക്കെ പറയാം. അങ്ങനെ ഒപ്പിച്ചെടുത്തിട്ട് ഞാൻ 7 എണ്ണമായിട്ട് എടുത്തിട്ടോ. പിന്നെ നമുക്ക് അവനക്ക് 4 അതുപോലെ 5 ഈ 2 സൈസിലാണ് എടുത്തത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നോക്കി അവനക്ക് ഇഷ്ടമായി. അങ്ങനെ എനിക്കൊരു ടോപ്പും കണ്ടപ്പോൾ എനിക്കും അത് ഇഷ്ടമായി. അത് എടുത്ത് അതിലേക്ക് മാച്ചായൊരു ഷോളും എടുത്തിട്ടോ. അങ്ങനെ നമ്മൾ ആദമിൻ്റെതും എൻ്റെതും കഴിഞ്ഞ് അപ്പോഴാണ് ഗൈസ് എൻ്റെ ചെരുപ്പിൻ്റെ അവസ്ഥ. എൻ്റെ ചെരുപ്പ് പൊട്ടി ഗൈസ്. ഇതിനൊന്നും പറയാനില്ല, ഇനി പോകുമ്പോൾ ഒരു ചെരുപ്പും കൂടി നോക്കണം ഇൻഷാ അല്ലാ. അങ്ങനെ നമ്മൾ അർച്ചനയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആദമിന് വെള്ളത്തിന് ദാഹിക്കൽ തുടങ്ങി കേട്ടോ. നമ്മുടെ ആദമിന് ഇവിടെ ഉള്ളതാണ് വെള്ളം ഇപ്പോൾ ഉള്ളതാട്ടോ. അത് എന്നും കുട്ടീനെ പറഞ്ഞിട്ട് കാര്യം അങ്ങനെ ശീലിപ്പിച്ച് ഞങ്ങളെ വേണം പറയാൻ, അല്ല എന്നെ വേണം പറയാൻ. അപ്പോൾ നമുക്ക് വെള്ളത്തിന് ദാഹിച്ചപ്പോൾ ഇന്ന് വെള്ളം വേണ്ട, നമുക്ക് ഷേക്ക് എങ്ങാനും കുടിക്കാതെ. അപ്പോൾ നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ചെരുപ്പ് എന്തായാലും വേണമല്ലോ, വീടെത്തണമല്ലോ. അപ്പോൾ പിന്നെ ചെരുപ്പ് നോക്കാൻ വേണ്ടി മാക്സിലോട്ട് കയറിട്ടോ വാടാനപ്പള്ളിയിൽ. അപ്പോൾ വന്നിട്ട് നോക്കി ഇനി കുറേ തപ്പിത്തരാനുള്ള ടൈമൊന്നും നമുക്കില്ല, വേഗം വീട്ടിലോട്ട് എത്തണം. അപ്പോൾ പിന്നെ എനിക്ക് ഈ കിടക്കുന്ന ഗ്രീൻ എനിക്കിഷ്ടമായിട്ടോ. അപ്പോൾ പിന്നെ ഇതെടുക്കാമല്ലേ, അങ്ങനെ പിന്നെ ഞങ്ങൾ അതെടുത്തിട്ടോ. ആ ഒരു ചെരുപ്പ് കൊടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങളത് വാടാനപ്പള്ളി സെൻട്രൽ ബസ് വരാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് കൊടുത്ത് മമ്മീനെ കൊടുത്ത് എൻ്റെ എല്ലമോൾക്ക് മാത്രം ഒന്നും എടുക്കാണ്ട് അതിന് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവൾക്ക് ഇല്ലാണ്ട് പോകാൻ എനിക്ക് എന്തോ ഒരു വിഷമം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാക്സി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവളിൽ കുറച്ച് ചെറുതായിരിക്കുമ്പോൾ അവളിൽ ഇതുപോലെ മാക്സി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു മാക്സി ഞാൻ സെലക്ട് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് ആദ്യമിനോട് ജസ്റ്റ് വെറുതെ അഭിപ്രായം നല്ലതിൽ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഏ ഞാനേ പറയാം. ഇത് മതിയാ? ഇത് ഇഷ്ടായില്ല നിനക്ക്? ഇത് മതിയാ? ഇതാ ചോപ്പിട്ടാൽ അവൾക്ക് ഭംഗി ഉണ്ടാവുക. പിന്നെ അപ്പൊ റെഡ് മതിയാ? ഇത് വേണ്ട? ഇപ്പൊ രണ്ടും എടുത്താലോ? ഇത് രണ്ടും എടുക്കാലോ അവൾക്ക്? ഇത് വേണ്ട, ഇതും വേണ്ട, ഒന്നും വേണ്ട. കോടെ ഏതെങ്കിലും ഒന്ന് പറയും. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല. നീലയും റെഡൊക്കെ അവൾക്ക് ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. അതാ ഭംഗി ഉണ്ടാവില്ലടാ. ബാക്കിയൊക്കെ വലുതാണ്. അത് വേണ്ട, ഇത് വാ. അങ്ങനത് ഞങ്ങള് 3 മാക്സി എടുത്തു കേട്ടോ. എൽന ബേബിക്ക് പറ്റിയ നല്ല 3 ഞാൻ ആദ്യം എടുത്തതും, പിന്നെ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു പീക്കൊക്കെ, അങ്ങനെ 3 മാക്സി അവൾക്ക് കൊടുത്തിട്ടോ. അപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ. കുട്ടിക്കൊന്നും ഇല്ലാണ്ട് പോകാൻ എനിക്ക് എന്താ ഒരു ഭയങ്കര വിഷമം. അത് പിന്നെ എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മൾ എൽന ബേബിക്കല്ല, സോറി, നമ്മൾ ആദമിന് ഷേക്ക് കുടിക്കാൻ വേണ്ടി, ആദമിനും എനിക്കും കൂടി ഷേക്ക് കുടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ കയറി. വല്ലാണ്ട് വിശക്കണമൊന്നുമില്ല, ചെറിയൊരു ദാഹം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ ഷേക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞ ചിക്കു ആണ് കേട്ടോ, പക്ഷെ ഇവിടെ ചിക്കു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ന്യൂട്ടല ഷേക്കാണ് കേട്ടോ പറഞ്ഞത്. ആദമുൻ ഓറിയോ പറഞ്ഞു, പക്ഷെ ഞാനത് വെറുതെ മാറ്റി പിടിച്ച് ന്യൂട്ടലാക്കി. അങ്ങനെ നമ്മൾ ആദമും ഇവിടെ ഇരുന്നിട്ട് വർത്തമാനം പറയണം കേട്ടോ. മുച്ചയെ ഞാനത് മീനിങ് ഞാൻ മരിച്ചു പോകില്ല, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ വർത്തമാനം അവനിങ്ങനെ കിടന്ന് പറയണ്ട കേട്ടോ. എന്നെ കിടന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നത്. അങ്ങനെ നമ്മൾ ആദമിന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷേക്ക് നമ്മൾ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ന്യൂട്ടില കുടിച്ച് നോക്കുന്നത്. ഞാൻ ഓറിയോ, കിക്കറ്റ്, സ്നിക്കേഴ്സ് അങ്ങനെ എല്ലാം പറയുന്നുണ്ട്, പക്ഷേ ന്യൂട്ടില ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എനിക്കിഷ്ടമായി, ആദമിന് ഇഷ്ടമായി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആ ഒരെണ്ണം തന്നെ ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിച്ചു. പിന്നെ ഞങ്ങൾ പ്ലാനിങ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങൾ ആദമിന് നാളെ സ്കൂൾ തുറക്കും. അപ്പോൾ പിന്നെ ബീച്ചിലും പാർക്കിലൊക്കെ അവനായിട്ട് പോവുക എന്നൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷേ അവനക്ക് എന്താ പറയുക, മുടി വെട്ടണം, അതുപോലെ തന്നെ കുറേ ആയി അവനക്ക് ഡെയിലി വെയറിനുള്ള ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിക്കണം കേട്ടോ. ഇതുവരെ എടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. ഒരു വിധമായി അവൻ്റെ ഡെയിലി യൂസിൻ്റെ ഡ്രസ്സൊക്കെ ഒരു വിധമായിട്ടോ. അപ്പോൾ പിന്നെ അവൻ്റെ മാമ ഇന്ന് എന്താ പറയുക, കുട്ടിയുടെ മുടിയും പോയി വെട്ടിച്ചോ, അതുപോലെ തന്നെ അവനക്ക് കുറച്ച് വീട്ടിലിട്ടെടുക്കാതെ നല്ല ഡ്രസ്സും പോയി നീ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആദമിന് ഇതേ ക്യാഷും കൊടുത്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ വാടാനപ്പള്ളിക്ക് ബസ് കയറി. അവനക്ക് എന്തായാലും 1-2 അല്ല, അവനക്ക് അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് എടുക്കണം, അവനെ മുടിയും വെട്ടണം എന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോക്കും പാർക്കിൽ പോക്കും എല്ലാം കഴിഞ്ഞു. അന്ന് പോകാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഇനി എന്തായാലും ശനി ഞായറൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ജയ ബേക്കറിയിൽ നിന്നാണ് ഞങ്ങൾ ഷേക്കൊക്കെ കുടിച്ചത്. അവിടെ നെയ്ച്ചോറും ബിരിയാണി അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഷേക്കാണ് കുടിച്ചത്. ഞങ്ങൾക്ക് അതിനുള്ള ഒരു സത്യം പറഞ്ഞാൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. അങ്ങനെ ഞങ്ങളിത് ഫസ്റ്റ് വന്ന ബസ്സിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. എൽന ബേബി ഉണ്ടെങ്കിൽ ഞാൻ ഏത് തിരക്കുള്ള ബസ്സിലായാലും ഞാൻ കയറും, കാരണം എനിക്ക് അതിൽ എന്തായാലും സീറ്റ് ഉറപ്പാണ്. കാരണം കുട്ടികളെ കാരണം കിട്ടും, പക്ഷേ ആദമിനായിട്ട് പോയാലും കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് എല്ലാനായിട്ട് എവിടെ പോകാൻ ഇഷ്ടമുണ്ടോ, സീറ്റ് കിട്ടാൻ കാരണം. അപ്പോൾ എനിക്ക് തിരക്കുള്ള ബസ്സിൽ ഞാൻ കയറില്ല. പിന്നെ എനിക്ക് കിട്ടിയ ബസ് തിരക്കില്ലാത്തതായിരുന്നു, അപ്പോൾ അതിൽ കയറി. അപ്പോൾ നമ്മൾ ചേറ്റു എത്തിയിട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഷോപ്പിംഗ് വ്ളോഗ് തന്നെ ആയിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.